സോ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് പറയാനുള്ളത് എ പീസ് ഓഫ് ഷെറ്റ്. ഇതുപോലെയുള്ള അലവലാദികൾ നമ്മുടെ സമൂഹത്തിൽ കുറേ ഉണ്ട്. ഇങ്ങനെയുള്ള അലവലാദികളെ ഒരിക്കലും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. നിങ്ങളിപ്പോൾ കേട്ടത് റിയാസ് സലീമിന്റെ പോഡ്കാസ്റ്റിൽ റിയാസ് പറഞ്ഞ കാര്യങ്ങളാണ്. പറയണത് അഭിഷേക് ശ്രീകുമാറിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അഭിഷേക് ശ്രീകുമാറും മറ്റേ അഭിഷേക് ജയദീപും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. കൊറിയൻ മല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കമന്റ് ഇട്ടതിന്റെ പേരിലാണ് സത്യം പറഞ്ഞ അഭിഷേക് തിരിച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തതും ഈ ഒരു വിഷയം ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചതും. പക്ഷെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിരുന്നു. കാര്യം ആ ഒരു കമ്മ്യൂണിറ്റി, തെറ്റായ ഒരു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞത് അത് വളരെ മോശമാണ്. അതിനെന്തായാലും പുള്ളിക്കാരൻ അത് സോറി പറഞ്ഞു, ആ ഒരു സാധനം വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതിന്റെ സത്യാവസ്ഥ കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കിയപ്പോഴത്തേക്ക്, ആ ഒരു കമന്റ് ഒക്കെ വായിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് പിന്നെ മനസ്സിലായി അഭിഷേക് ശ്രീകുമാറിന്റെ ഭാഗത്തായിരുന്നു ശരി എന്നാണ് മിക്ക ആൾക്കാരും പറയണത്. മെജോറിറ്റി ഓഡിയൻസ് ഫുൾ അങ്ങനെയാണ് പറയുന്നത്. കാര്യം അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊറിയൻ മല്ലുവിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട്, ആ പറയുന്ന വ്യക്തിയുടെ കൊച്ചിനെ വരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. ആ കമന്റിനകത്ത് അങ്ങനെയാണ്. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും അവൻ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും, ഉള്ള കാര്യം തന്നെ പറയാം. അപ്പം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ, അതായത് LGBTQ കമ്മ്യൂണിറ്റിയെ പറഞ്ഞതിന്റെ പേരിൽ റിയാസ് സലീം ഒക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തെണ്ടിയാണ്, മോശമാണ്, മഹാ കളനാന്നൊക്കെ പറഞ്ഞിരുന്ന് നൈസായിട്ടിരുന്ന് വീഡിയോ ചെയ്യുന്നു. അതേ കണക്ക് തന്നെ എന്ത് പറയണ്ടേ, റിയാസ് ഭയങ്കരമായിട്ട് അങ്ങ് പുച്ഛിക്കുകയാണ്. ഈ ഷോ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ആരുണ്ട്, വിന്നിങ് മെറ്റീരിയൽസ് ആരുമില്ല, മറ്റേതാണ് മറിച്ചേതാണ്, അവന്റെ ഷോ എങ്ങാണ്ട് എന്താ മലമറിപ്പായിരുന്നു, അവനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതൊക്കെ ഉള്ള രീതി. ഉള്ള കാര്യം പറഞ്ഞാൽ ഈ റിയാസ് സലീമിന്റെ ഉമ്മയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ ഉമ്മയുടെ ആ വിഷമം ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. കാര്യം ഇവനെ അന്ന് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളി, കാര്യം റോബിനായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫാൻസൊക്കെ ഉള്ളത്. ആ ഒരു സമയത്തായിരുന്നു ഞാൻ റിയാസിന് ഒരുപാട് ഹേറ്റേഴ്സ് നിന്ന സമയത്തായിരുന്നു ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തത്. ആ സമയത്ത് റിയാസിന്റെ ഉമ്മ ഭയങ്കര വിഷമിച്ച് ഇവന്റെ പേര് പോലും ഹോസ്പിറ്റലിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ റിയാസ് സലീം എന്റെ മോനാന്ന് പോലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം നാണം കിടന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു പകുതിയും. ഇപ്പം വന്നിരുന്ന റിയാസ് വലിയ എന്തോ സംഭവമാണ്, ഞാൻ മാടയാണ്, കോടയാണ്, അവന്റെ ഷോ എന്താ ചർച്ച ചെയ്യപ്പെട്ട്, ഇവൻ എന്തോ മലമറിച്ചെന്നാണ് അതിനകത്ത് നിന്നിട്ട്. അവൻ റോബിന് അഗേൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് അവൻ കുറെ കാര്യങ്ങൾ അവൻ സംസാരിച്ചു. അവൻ റോബിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അവൻ ഗെയിം കളിച്ചു. അപ്പൊ അത്യാവശ്യം റോബിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്തു. എന്നും പറഞ്ഞ് ഇവൻ ഒരു വലിയ ഗെയിമർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഇപ്പൊ വന്ന് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് അഭിഷേക് മറ്റവനാണ്, തെണ്ടിയാണ്, കള്ളനാണ്, എന്തൊക്കെയോ വന്നിരുന്ന് പറയുന്നത്. ഇവനും കുറെ എണ്ണം കൂടെ അതിനകത്ത് വന്നിരിപ്പുണ്ട്. ഇവന്റെ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ എല്ലാവരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. സോ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് പറയാനുള്ളത് എ പീസ് ഓഫ് ഷെറ്റ്. ഇതുപോലെയുള്ള അലവലാദികൾ നമ്മുടെ സമൂഹത്തിൽ കുറേ ഉണ്ട്. ഇങ്ങനെയുള്ള അലവലാദികളെ ഒരിക്കലും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. സോ എൻ്റെ ഡിസപ്പോയിൻമെൻറ്റ് അഭിഷേക് ശ്രീകുമാറിനോടല്ല. കാരണം അഭിഷേക് ശ്രീകുമാറിനെ പോലുള്ള കുറേ തെണ്ടുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടെ കുറേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് അഭിഷേക് എന്താണ് അവൻ്റെ ചിന്താഗതി, അവൻ എന്തിനോടാണ് പ്രശ്നമുള്ളത്, അവൻ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്തിനാണ് സപ്പോർട്ട് ചെയ്യാത്തത്. ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് എനി ഓഫ് ദാറ്റ്. മൈ പ്രോബ്ലം ഇസ് വിത്ത് ദ മേക്കേഴ്സ് ടു ഹാവ് ദ ഒഡാസിറ്റി ടു ബ്രിങ് എ പീസ് ഓഫ് ഷിറ്റ് ലൈക്ക് ദാറ്റ് ഇൻ ടു ദ ഷോ. ആൻഡ് ചിക്കുമാമയിൽ കളിക്കാൻ വന്നിട്ട് ഒരു കുണ്ണവാവ് പോലും അല്ലാത്ത അവസ്ഥയായി ഇപ്പോൾ ഇരിക്കുകയാണ്. അവനെ തള്ളി ഉണ്ടാക്കിയ എത്രയോ അക്കൗണ്ട്സ് ഇനിഷ്യലി BGM ഇട്ട് ആ BGMൽ ഇടാൻ ഒരു കോണ്ടന്റ് പോലും ഇല്ലാത്ത അവസ്ഥയായി മാറി. എല്ലാവരും ചമ്മി നാറിയിരിക്കണം. ഐ എം സോ ഹാപ്പി ദാറ്റ്സ് ഹാപ്പനിങ്. ഇപ്പൊ റിയാസ് ഇപ്പൊ ഈ കുണുവ എന്നൊക്കെ വിളിക്കുന്ന ഏത് അർത്ഥത്തിലാണ് എന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കി കാണും. ആ കമ്മ്യൂണിറ്റിയെ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ചൊറിച്ചിലാണ് റിയാസ് ഈ കാണിക്കുന്നത്. പിന്നെ റിയാസ് അവസാനം പറഞ്ഞൊരു കാര്യത്തിനകത്തോട്ട് ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. ഈ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വിഷയത്തിലാണ് വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പം വലുതായിട്ട് വാ തുറക്കുന്ന ഞാൻ കാണുന്നില്ല. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം ബിൽഡ് ചെയ്ത ഫാൻസ് എല്ലാം പോകും, കംപ്ലീറ്റും പോകും. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പടം ആവത്തേ ഉള്ളൂ. പിന്നെ റിയാസ് ഈ സംസാരിച്ചതിനകത്തോട്ട് വേറൊരു കാര്യം പറയാം. അതിനകത്ത് ജാൻമണി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അതും LGBTQ റെപ്രസെന്റേറ്റ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ ജാൻമണി അതിനകത്ത് കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ജാൻമണി ഇന്നലെ നടന്നൊരു കേസ് ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് മറ്റേ വെള്ളം കുടിക്കാൻ പറഞ്ഞ സമയത്ത് എന്തോ വലിയ സംഭവമായിട്ട് ഞാൻ കുടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ആ സീനൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനകത്ത് ലാലേട്ടൻ തന്നെ പറയുന്നത് ഇവിടെ സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും ഇല്ല ഈ ജാൻമണി എന്ന് പറയുന്ന വ്യക്തിക്ക്. ജാൻമണി അവിടെ കിടന്ന ഈ കാണിക്കുന്നതും ഈ ആൾക്കാരെ ശപിക്കുന്നതിനെ പറ്റിയിട്ടും ഇവൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല?
ഇവൻ എന്തുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ ഇവന്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ലാലേട്ടന്റെ എപ്പിസോഡ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ജാൻമണി നീ ഐ വിൽ സ്പോയിൽ യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെ. അപ്പൊ അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. അതേ കണക്ക് തന്നെ നോറയുടെ മുഖത്ത് നോക്കി തുപ്പിയിട്ട് പോവുക, ഇതൊന്നും ഒരു വിഷയമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ. അത് മാത്രം എന്താണ് അവിടെ മാത്രം ഒരു വേറെ സ്റ്റാൻഡ് എന്താണ്? അതിന് മാത്രം പറയാനുള്ള ധൈര്യമില്ലേ? അല്ലെ സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പോയിട്ട് ആരെ ശപിച്ചു കഴിഞ്ഞാലും എങ്ങനെയുള്ള ഗെയിം കളിച്ചാലും വേറെ പ്രശ്നമില്ലേ? അത് ഞാനിരുന്ന് ആലോചിക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നാദ്ര പറയുന്ന കുറച്ച് കാര്യമുണ്ട്. നാദ്ര വളരെ മാന്യമായിട്ടുള്ള ലാംഗ്വേജിലും വളരെ നല്ല രീതിയിലായിട്ടാണ് സംസാരിച്ചത് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ റിയാസാണ് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഭയങ്കര വൈരാഗ്യവും ശത്രുത എന്തൊക്കെ വെച്ച് റിയാസിന് എന്തോ പേഴ്സണലി ഇത് ബാധിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. എന്തായാലും നാദ്ര പറഞ്ഞൊന്ന് കണ്ടുനോക്കാം. സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊമോ തന്നെയായിരുന്നു. ഇപ്പം ഏഷ്യന്റെ ഭാഗത്തു നിന്നും മോൾഷൻ ഭാഗത്തു നിന്നും അവരുടെ ഒരു മറുപടി പോലെ ലാൽ സാർ അത് ആവേശത്തെ കൈകാര്യം ചെയ്തു. അപ്പം എന്തായാലും അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ LGBT വിരുദ്ധത പറയാനും അവകാശമുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യരോടൊക്കെ തന്നെ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ പുള്ളി ഇത് പറയുന്നുണ്ട്. സമൂഹത്തിൽ പല വിഭാഗം മനുഷ്യരുണ്ട്, അവരെ ഒരുപോലെ തന്നെ കാണുന്നു, സമത്വം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ഇത്തരം ആശയങ്ങളോട് വിരോധം പറയാൻ അവകാശമുണ്ടെന്ന് പറയുന്ന മനുഷ്യർ ആദ്യം തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒരു ആശയപരമായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ അത് ഒരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടോ, ഇല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടോ, ഇല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ഭയപ്പെടുത്തിയത് കൊണ്ടോ അല്ല നടത്തേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലും അതിന്റെ ജനറലൈസ് ചെയ്യപ്പെടരുത് ഉള്ളതും കൂടിയുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഇപ്പൊ നിലവിൽ ബിഗ് ബോസിൽ നിൽക്കുന്ന ജാൻമണിയെ ഏതെങ്കിലും തരത്തിൽ അവർ മോശം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അത് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ അവിടെ അഭിഷേക് ശ്രീകുമാർ ഒരു തെറ്റ് ചെയ്താൽ പൊതുവിൽ പുരുഷന്മാരെല്ലാവരും തെറ്റുകാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ആസ് എ കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ ഏതെങ്കിലും തരത്തിൽ നിലപാട് പറയുമ്പോഴോ ആശയം പറയുമ്പോഴോ പലപ്പോഴും നമ്മളെല്ലാവരും പ്രതികരിക്കുന്നത് വ്യക്തിപരമായി. ഇപ്പൊ അഭിഷേക് ശ്രീകുമാർ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അത് റോങ് ആണ് എന്ന് പുള്ളിയുടെ നിലപാടിനെയാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലാതെ പുരുഷന്മാരുടെ നിലപാടായിട്ട് അതിനെ കാണുന്നില്ല. അതുപോലെയാണ് നിങ്ങൾ കാണേണ്ടത്. നാദ്ര അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നാദ്ര കണ്ടോ ഈ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരുന്നു, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ പിന്നെ അത് എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു എടുത്തു എന്നുള്ളൊരു കാര്യം പിന്നെ പുറത്ത് വന്നിട്ട് അത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യുന്നത്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് മറ്റേ എല്ലാവരെയും വന്നിരുന്ന് കുറ്റം പറഞ്ഞിട്ട് ഭയങ്കര പുച്ഛത്തോടുള്ള രീതിയിലുള്ള ഈ സംസാരവും കാര്യങ്ങളുമാണ് റിയാസിന്റെ എനിക്ക് പിടിക്കാത്തത്. റിയാസ് എന്തോ മലമറിച്ചു എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഷസാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ. ഷസാമിന്റെ വീഡിയോയ്ക്കകത്തും പറയുന്നത് ഇത് തന്നെ, അഭിഷേകിനെ എങ്ങാണ്ട് എന്തോ സപ്പോർട്ട് ചെയ്തിട്ട സമയത്ത് ഈ കമന്റ് കണ്ടിട്ട് ഈ പറയുന്ന ഷസാം തന്നെ നമ്മുടെ അഭിഷേകിന്റെ ഒരു സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വന്ന അറ്റാക്ക് കാണുമായിരുന്നു കേട്ടോ. എന്റെ ദൈവം, എല്ലാരും കൂടെ എന്നെ ഗേ ആക്കി. ദാറ്റ് ഡസന്റ് മാറ്റർ, ഐ ഡോണ്ട് കെയർ. എന്റെ സെക്ഷുവാലിറ്റി എനിക്ക് ഇവിടെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്നെ അറിയാവുന്നവർക്ക് അറിയാം. പക്ഷേ ഒരു കമന്റ് കുറെ എണ്ണം എനിക്ക് അയച്ചു തന്നു, അത് ഞാൻ വായിച്ച് എനിക്ക് മതിയായി. ആ കമന്റ് ഇട്ടത് അവനാണെങ്കിൽ, ഈ അഭിഷേക് എന്ന് പറഞ്ഞവനാണെങ്കിൽ, അവൻ തിരിച്ചിറങ്ങിയിട്ടൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തന്നേ പറ്റൂ. ഒരാളെ വീട്ടിലിരിക്കണ മോശമെന്നൊന്നും പറഞ്ഞ പോലെ സ്വഭാവമാണ്. ഇതിനുള്ള എക്സ്പ്ലനേഷൻ തന്നേ പറ്റുള്ളൂ. നീ ജയിച്ചോ ജയിക്കാതിരിക്കോ, ജയിച്ചാലും ശരി തോറ്റാലും ശരി ഇറങ്ങി കഴിയുമ്പോൾ ഇതിന് എന്തിനാണ് അങ്ങനെ ഒരു കമന്റ് ഇട്ടതെന്ന് പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നേ പറ്റും. അഭിഷേകിനെ പറ്റി, അഭിഷേക് ജയദേവിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് ഈ ഒരു കാര്യമാണ്. ആ കൊറിയൻ മല്ലുവിനെ അഗേൻസ്റ്റ് ഇട്ട ആ ഒരു കമന്റ് ആണ് എല്ലാവർക്കും ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിഷേകിനെ അഭിഷേകസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണത്. ഇനി ഇതിനകത്തൊക്കെ ഇനി എന്തെല്ലാം പേഴ്സണലി വേറെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ എനിക്കറിയത്തില്ല. അതിന് മുമ്പിട്ട് വേറെ കൊറിയൻ മല്ലു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവനെ ആദ്യമേ ചീത്ത വിളിച്ചെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, ഇനി അതൊക്കെ പുറത്ത് വന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യട്ടെ. പക്ഷെ ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് റിയാസിന്റെ കാര്യങ്ങൾ സംസാരവും രീതിയും കണ്ടപ്പോഴാണ് എനിക്ക് സത്യം നമുക്ക് ഭ്രാന്ത് വരുന്നത്. വലിയ രീതിയിൽ വന്നിരുന്നിട്ട് എല്ലാവരും മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്, ഒരുത്തനെ കൊണ്ട് ഒരു വിവരമില്ലാത്തവന്മാരാണെന്നൊക്കെ ഉള്ള രീതിയും സംസാരവും ഒക്കെ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കൂടെ കുറെ എണ്ണത്തിനെ പിടിച്ചിരുത്തിയിട്ട് ഒന്ന് മാറ്റി കൊണക്കാം. അവന്റെ ഇതിന്റെ പേര് തന്നെ അതാണ്.
ഒന്ന് മാറ്റിക്കൊണക്കാന്ന് ഈ പറയുന്ന പോഡ്കാസ്റ്റിന്റെ. ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഇവൻ ആ ഷോ ഉണ്ടാണ്ട് ഇവനെ 10 പേര് അറിയുന്നത്, അല്ല ഇവനെ ഒന്നും ഒരു പട്ടിയും തിരിച്ചറിയത്തില്ല. ആ ഷോ ഉണ്ടായത് കൊണ്ട് ഇന്ന് അവൻ അങ്ങനെ ഒരു ഐഡന്റിറ്റിയിൽ റിയാസ് സലീം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നല്ല രീതിയിൽ അവന് ബൂസ്റ്റ് ചെയ്ത് അത് അവന്റെ കരിയറിന് ഒരുപാട് അത് നല്ല ഗുണങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതിനെയാണ് വന്നിരുന്നവൻ മൊത്തത്തിൽ വന്നിരുന്നവ ഈ കുറ്റം അടിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു ബോധമോ വിവരം വേണ്ട ഇതിനകത്ത് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ. എന്തായി കഴിഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ലാലേട്ടൻ ഇന്നലെ യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അത് റെഡ് ആവാതിരുന്നാൽ കൊള്ളാം. അഭിഷേക് ഇനിയും പറയുന്ന വാക്കുകൾ കറക്റ്റ് അല്ലെങ്കിൽ they will kick him out of the show. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനി ഉണ്ടാവാതിരിക്കട്ടെ. കാര്യം അഭിഷേകിന് ഇപ്പോൾ ഇനിഷ്യലി കിട്ടിയ ഫാൻസ് അവസാനം വരെ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാണിക്കുക. അത് മാത്രമല്ല ഈ എല്ലാ കണ്ടസ്റ്റൻസിനും ഇതുപോലെ ഇങ്ങനെ ഫാൻസ് വന്നിട്ട് ഈ 70ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ പുറത്തായ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ചരിത്രം ഉണ്ടായില്ല എങ്കിൽ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ കൺഫേംഡ് ആയിട്ട് ഹി വിൽ ബി ദി വിന്നർ. അല്ലെങ്കിൽ വെറും പടമാവും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.